ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ 9th മന്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു കുഞ്ഞ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് 9ാം മാസത്തിൻ്റെ തലേദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ പോയിട്ട് കസേരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചധികം പേര് ആൾക്കാരുണ്ടായിരുന്നല്ലോ. അതൊക്കെ പറഞ്ഞ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ട്രെൻഡ്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് 9ാം മാസത്തിന് ഇടാനായിട്ടുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. എനിക്കിപ്പോൾ ഉള്ള ഡ്രസ്സുകൾ കയ്യിലുള്ളതൊന്നും എനിക്ക് പാകമാവുന്നുണ്ടായിരുന്നില്ല, വയറൊക്കെ കൂടി കാരണം. അപ്പോൾ ഞാനിപ്പോൾ നോക്കണത് ഫീഡിങ് ടൈപ്പും കൂടി പറ്റിയ ടോപ്പുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറേ നോക്കി, ഒന്ന് രണ്ടെണ്ണമൊക്കെ എനിക്ക് ഇഷ്ടമായി, ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. പക്ഷേ ലാസ്റ്റാണ് ഞാൻ വേറൊരു ടോപ്പ് അവിടെ കണ്ടത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എടുത്തത് അതാട്ടോ. അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം 9ാം മാസത്തിൻ്റെ ഇതിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡൊക്കെ കഴിക്കാനായിരുന്നു കേട്ടോ. ഫുഡ് നമ്മൾ മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്പി ആയിട്ട് മസാല ദോശ വേണമെന്ന്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ആ ചേട്ടൻ ക്രിസ്പി ആയിട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. മസാല ദോശ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പാനിപ്പൂരി കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ബോർഡിൽ. അപ്പോൾ നമ്മൾ പാനിപ്പൂരിയൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വേഗം വീട്ടിലേക്ക് പോന്നു. നമുക്ക് രാത്രി തന്നെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം രാവിലെ നമുക്ക് അതിനൊന്നും സമയം കിട്ടില്ലായിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ ഒരു 12 മണി വരെയൊക്കെ നിന്നൊക്കെ ഇതൊക്കെ ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഞാൻ സോനും കൂടിയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും കസിൻസൊക്കെ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അവർ അവിടെ നിന്ന് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്നാണ് കേട്ടോ പറഞ്ഞയച്ചത്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഉമ്മീസിന്നായിട്ട് ഓർഡർ ചെയ്ത് വെച്ച കേക്ക്. ഞാൻ എൻ്റെ 7th മന്തിന് ഓർഡർ ചെയ്തത് അവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് അപ്പയുടെ പെങ്ങളാണ്. ആൻറ്റി അപ്പോൾ അവിടെ ബീഫൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് അവർ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി അവിടെ അടുക്കളയിലൊക്കെ നിന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു. കാരണം എല്ലാവരും കാണുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കാണ്. അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ ഒരു രസമൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അവരപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞെങ്കിലും കുറച്ചധികം ടൈമൊക്കെ എടുത്തിട്ടെന്നാണ്. ഞാനപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാത്ത എന്താണ്. ഞാൻ ഇടയ്ക്ക് സ്റ്റേജിനെ വിളിക്കണമുണ്ടായിരുന്നു, ഇറങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് പേരൊക്കെ എത്താനുള്ള കാരണം കൊണ്ട് അവർ ലേറ്റ് ആയത്. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന്മാരും ഒക്കെ കൂടി അത് എടുത്തുകൊണ്ട് വെക്കണമായിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്ത് വെച്ചാൽ. അത് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ വന്നിട്ട് അപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടി പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുന്നു കേട്ടോ. എല്ലാവരും അവിടെ അവരെ നോക്കി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ കേട്ടോ. പിന്നെ മമ്മിക്ക് കൈയൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റണേ കേട്ടോ. അപ്പോൾ ഞാനും അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണേ കേട്ടോ. അപ്പം അമ്മ എല്ലാവരോടും അകത്തേക്കൊക്കെ കയറാൻ പറയണതാണ്. എല്ലാവർക്കും കൈയൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റുകയാണ്. ഇത് പപ്പയുടെ പെങ്ങന്മാരൊക്കെ കേട്ടോ. ഇത് മമ്മിയുടെ അനിയത്തിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറണതാണ്. പിന്നെ ഞാനവിടെ പിന്നെയും അവിടെ നോക്കി. അപ്പോൾ അവർ കൊണ്ടുവന്ന 9ാം മാസത്തിൻ്റെ പലഹാരങ്ങളൊക്കെ ഉണ്ടാവും. 9ാം മാസത്തിന് സാധാരണ 9 കൂട്ടം പലഹാരങ്ങളൊക്കെ ഉണ്ടാവും കൊണ്ടുവന്നത്. അപ്പോൾ അവരതൊക്കെ ആയിട്ട് അകത്തേക്ക് കയറണേനെ. ഇത് പപ്പയുടെ പെങ്ങളാണ്, വല്യമ്മച്ചിയാണ് കേട്ടോ. അപ്പോൾ വല്യമ്മച്ചിയാണ് ഏറ്റവും ലാസ്റ്റ് കയറിയത്. അപ്പോൾ എല്ലാവരും അകത്തേക്കൊക്കെ കയറി. പിന്നെ നമ്മൾ കുറേ നേരം എല്ലാവരും ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മച്ചിയൊക്കെയാണ് പ്രാർത്ഥന ചൊല്ലിയത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ നിൽക്കണേ കേട്ടോ. അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമുക്ക് എല്ലാവരും കേക്കൊക്കെ വെച്ചൊക്കെ തന്നിട്ടോ. നമ്മൾ കേക്ക് അങ്ങോട്ടും കൂടെ ആദ്യം ഷെയർ ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവരും കേക്കൊക്കെ വെച്ച് തന്നു. പിന്നെ നമ്മൾ കുറച്ചാണ് ഇപ്പോൾ കഴിച്ചത്. കാരണം എനിക്കിപ്പോൾ ഷുഗർ കൺട്രോളിങ് ഉള്ള കാരണം നമ്മൾ ഒരു കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് കേക്കൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണേ ഇച്ചിരി മതി എന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എനിക്കൊരു വള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മമ്മി ഇട്ടുതരാണ്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഫസ്റ്റ് അവരായിട്ടായിരുന്നത്, അവരിരുത്തിയിട്ടുണ്ടായി. അപ്പോൾ സ്റ്റേജിനപ്പോൾ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേജിനപ്പോൾ എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയായിട്ട് ഇരുന്ന് വെച്ചത്. അപ്പോൾ സോനു അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് പോസ്റ്റ് ചെയ്യണതൊക്കെ കാണുന്നത്.
അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണപ്പോൾ സ്റ്റെജിനോട് അങ്ങോട്ട് നോക്കാൻ പറയണേ. സ്റ്റെജിന് എന്ത് ചെയ്തെന്ന് നോക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ അവരൊക്കെ ഇരുന്നത്. അപ്പോൾ ഇവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു കട്ടനൊക്കെ ഇട്ട് എല്ലാവരും കൂടി കട്ടനൊക്കെ കുടിച്ചു. അങ്ങനെയാണ് കേട്ടോ സാധാരണ പതിവ്. ഇതപ്പോൾ അവർ കൊണ്ടുവന്ന പലഹാരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു പങ്ക് അവർക്ക് കൊടുത്ത് വിടണമെന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിന് വേണ്ടിയിട്ട് ചേട്ടന്മാർക്ക് കൂടി പാക്ക് ചെയ്യണേ അവർക്ക് കൊടുത്തു വിടാൻ. അപ്പോൾ ചേച്ചീനെ വീഡിയോ എടുക്കണം കണ്ടിട്ട് ചേച്ചി മുഖം പൊത്തി പോയതാട്ടോ കണ്ടത്. അപ്പോൾ ചേച്ചി എന്നോട് ഒന്നും പേടിക്കണ്ടെന്നൊക്കെ പറയണേണ്ടി കാണണം. ഒന്നും പേടിക്കണ്ട. പിന്നെ നമ്മളെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി അവർ പോകാൻ ഇറങ്ങാമല്ലോ. അപ്പോഴത്തേ ചേട്ടനൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ നമ്മൾ പാക്ക് ചെയ്തൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചേച്ചി എനിക്ക് ബൈ പറഞ്ഞതാട്ടോ കണ്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഓഹുവിനോട് ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൻ ഹായ് പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എല്ലാവരും കുറച്ച് നേരം അവിടേക്ക് നിന്ന് പിന്നെയും വർത്താനം പറഞ്ഞിട്ടാ. അപ്പോൾ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് നടപ്പുണ്ട് റോഡിലേക്ക്. അപ്പോൾ ഞാനും അവരുടെ കൂടെ പോവാണ്. അപ്പോൾ ഞാൻ സ്റ്റേജിനോട് ഒരു ബൈ പറഞ്ഞിട്ട് സ്റ്റേജിന് 2-3 പ്രാവശ്യം എനിക്ക് ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ 2 കാറിനായിട്ടാണ് വന്നേച്ചത്. അപ്പോൾ അവർ പോവാണ്. അപ്പോൾ അവർ പറഞ്ഞ് വിട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവരുടെ വീഡിയോ എടുത്തപ്പോൾ ഇവർക്ക് നാണമായിട്ട് വേഗം പോയി കളയാനായിട്ടാണ് കാണുന്നത്. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയോ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാവരും കൂടെ വീട്ടിൽ വന്ന് ഒരു കട്ടനൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും മഴക്കാറൊക്കെ കണ്ടായിരുന്നു. പിന്നെ ആൻറ്റിയൊക്കെ അപ്പം തന്നെ ഇറങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.